മനുഷ്യ മസ്തിഷ്കത്തെ കാർന്നു തിന്നുന്ന വളരെ അപകടകാരിയായ ഒരു ജീവിയെ പറ്റി അല്ലെങ്കിൽ അസുഖത്തെ പറ്റി കുറച്ച് നാളുകളായി നമ്മൾ കേട്ടുവരികയാണ്. എന്താണ് ഈ ജീവി അല്ലെങ്കിൽ ഇവയുണ്ടാക്കുന്ന രോഗമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നറിയപ്പെടുന്ന നെഗ്ലേറിയ ഫൊലേറിയയാണ് മനുഷ്യന്റെ തലച്ചോറ് ഭക്ഷിക്കുന്ന ഈ ജീവി. ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നറിയപ്പെടുന്നുവെങ്കിൽ പോലും ഇവ യഥാർത്ഥത്തിൽ ഒരു അമീബയല്ല. പെർക്കലോസോവ എന്ന ഫൈലത്തിലെ അമീബോ ഫ്ലെജലേറ്റുകളാണ് ഇവ. അതായത് ഇവയുടെ ജീവിതചക്രത്തിലെ ഏതെങ്കിലും ഒരു സമയത്ത് ഇവ അമീബയെ പോലെയും ഫ്ലെജലേറ്റുകളെ പോലെയും പെരുമാറുന്നവയായിരിക്കും. ശുദ്ധജലത്തിൽ വസിക്കുന്ന ഇവ പ്രധാനമായും ബാക്ടീരിയകളെയാണ് ഭക്ഷിക്കുന്നത്. അതേസമയം അപൂർവമായി മാത്രമാണ് ഇവ മനുഷ്യരിൽ മാരകാവുന്ന തരത്തിലെ അസുഖത്തിന് കാരണമാകുന്നതും ഇതുപോലെ തലച്ചോറ് ഭക്ഷിക്കുന്നതും. ഇങ്ങനെ ഇവ മൂലമുണ്ടാകുന്ന അസുഖത്തെയാണ് നെഗ്ലേറിയസിസ് അല്ലെങ്കിൽ പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്നറിയപ്പെടുന്നത്. കുളങ്ങളും നദികളും പോലുള്ള 20 മുതൽ 40 ഡിഗ്രി സെൽഷ്യസിന് ഇടയിൽ ചൂടുള്ള ശുദ്ധജലത്തിലും സമാനമായി മണ്ണിലും മറ്റു ഈർപ്പമുള്ള പ്രദേശങ്ങളിലുമാണ് ഇവ പ്രധാനമായും ജീവിക്കുന്നത്. ഇത്തരം സ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ജലാശയങ്ങളിൽ നിന്നുമാണ് ഇവ മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. എന്നാൽ ശരീരത്തിൽ പ്രവേശിച്ചത് കൊണ്ട് മാത്രം ഇവ രോഗങ്ങൾ ഉണ്ടാക്കാറില്ല. ഇവയുടെ സാന്നിധ്യമുള്ള വെള്ളം അല്ലെങ്കിൽ മണ്ണ് നമ്മുടെ ശരീരവുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ മുറിവിലൂടെയോ മറ്റു ഓപ്പണിങ്ങിലൂടെയോ മാത്രമേ ഇവയ്ക്ക് ശരീരത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ എത്തപ്പെടുന്നത് രക്തത്തിലാണെങ്കിൽ പ്രതിരോധ വ്യവസ്ഥയ്ക്ക് ഇവയെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്നു. എന്നാൽ ഇവ മൂലം മലിനമായ ജലം മൂക്കിലൂടെയാണ് ഉള്ളിൽ പ്രവേശിക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഓൾഫാക്ടറി നെർവ് വഴി ഇവ നേരിട്ട് തലച്ചോറിൽ എത്തപ്പെടുന്നു. ഇങ്ങനെ അവ എത്തപ്പെട്ടാൽ തലച്ചോറിലെ കോശങ്ങളെ ആഹാരമാക്കി വളരെ പെട്ടെന്ന് അവ വളരുകയും ഇരട്ടിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ 1 മുതൽ 9 ദിവസം വരെ എടുക്കാം. പ്രധാനമായും തലവേദന, പനി, ഓർക്കാനം, ഛർദി എന്നിവയാണ് ആദ്യ ലക്ഷണങ്ങളായി കാണാൻ കഴിയുന്നത്. തുടർന്നും ചികിത്സ ലഭിച്ചില്ലെങ്കിൽ തലച്ചോറിൽ വീക്കവും ടിഷ്യൂ ഡാമേജും ഉണ്ടാകും. ഇത് കാരണം കഴുത്തുവേദന, വെളിച്ചത്തോടുള്ള അസ്വസ്ഥതയും ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്നതും തുടങ്ങി കൺഫ്യൂഷനും ഹാലൂസിനേഷനും കോമയിലും വരെ എത്തപ്പെടാം. പലപ്പോഴും ഈ രോഗലക്ഷണങ്ങളെല്ലാം മാരകമായി തുടങ്ങുമ്പോഴാണ് ചികിത്സ തേടാനായി എത്തുന്നത്. അപ്പോഴേക്കും രോഗം വളരെയധികം മൂർച്ഛിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രോഗം മൂലം ഉണ്ടാകുന്ന മരണനിരക്ക് വളരെയധികം കൂടുതലാണ്. അതായത് 1 ലക്ഷം പേരെ എടുത്താൽ 7 പേർക്ക് മാത്രമേ ഈ രോഗം പിടിപെടുകയുള്ളൂ. അങ്ങനെ പിടിപെടുന്നതിൽ 75% ആളുകളും പുരുഷന്മാരായിരിക്കും. അവയിൽ തന്നെ നല്ലൊരു ഭാഗവും കുട്ടികളും കൗമാരക്കാരുമായിരിക്കും. ഇതിൽ നിന്നും 98% ആളുകളും മരണത്തിന് കീഴടങ്ങുകയും ബാക്കി 2% ആളുകളും ഗുരുതരമായ ന്യൂറോളജിക്കൽ ഡാമേജ് വന്ന് രക്ഷപ്പെടുകയുമാണ് ചെയ്യുന്നത്. നിലവിൽ രോഗം പിടിപെട്ടാൽ രക്ഷപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടാണെങ്കിലും അവ വരാതെ സൂക്ഷിക്കാൻ നമുക്കാകും. കുളങ്ങളിലും പുഴകളിലും കുളിക്കാതിരിക്കുന്നത് തന്നെയാണ് ഇവ ചെറുക്കാനുള്ള പ്രധാന മാർഗം. 2024 മെയ് വരെയുള്ള കണക്ക് പ്രകാരം ഏകദേശം 20ഓളം ആളുകൾക്കാണ് ഈ രോഗം ഇന്ത്യയിൽ പിടിപെട്ടിട്ടുള്ളത്. അതിൽ തന്നെ ഭൂരിഭാഗം പേരും കേരളത്തിലുള്ളവരുമാണ്. ഇന്ത്യയിൽ ആദ്യമായി 2016 ആലപ്പുഴയിലാണ് ഇത് സ്ഥിരീകരിച്ചത്. തുടർന്ന് മലപ്പുറം, കോഴിക്കോട്, തൃശൂർ എന്നീ ജില്ലകളിലും തുടർന്നുള്ള വർഷങ്ങളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.